ഇനി നമുക്ക് നത്തോലി കിട്ടുമ്പോൾ വീട്ടിൽ ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് നത്തോലി ഫ്രൈ. ഇതിനെ ചൂടയെന്നും വത്തളെന്നും പറയാറുണ്ട്. ഈ നത്തോലി ഫ്രൈ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയും ആയിരിക്കും. ഇതിന് കുറച്ചുകൂടി വലിപ്പമുള്ള നത്തോലി ആയിരിക്കും ഒന്നും കൂടി ബെസ്റ്റ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നത്തോലിയിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത ശേഷം 1/4 സ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 സ്പൂൺ മൈദപ്പൊടി, 1/2 സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അരമുറി നാരങ്ങയുടെ നീര് എന്നിവ ഇട്ട ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി സ്റ്റൗ ഓൺ ആക്കിയ ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നത്തോലി ഓരോന്നോരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഓയിലിൽ കിടന്ന് നല്ലതുപോലെ 2 വശവും നല്ലതുപോലെ മുരിച്ചെടുക്കാവുന്നതാണ്. നത്തോലി നല്ല ക്രിസ്പി ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ശേഷം നമുക്ക് എണ്ണയിൽ നിന്നും വറുത്തുകോരി എടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി നല്ലപോലെ മുരിഞ്ഞ് ക്രിസ്പി ആവുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതാണ്. അതിലേക്ക് അല്പം പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ശേഷം 1/4 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നത്തോലി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അല്പം ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഞാനത് വീഡിയോ ചെയ്തതിൽ വിട്ടുപോയ കാര്യമാണ്. അപ്പോൾ ഇച്ചിരിയും കൂടെ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ കൊടുക്കേണ്ടതാണ്. ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വീട്ടിൽ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയും ആയിരിക്കും. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടണ അതേ ടേസ്റ്റ് തന്നെ ഈ നത്തോലി ഫ്രൈക്ക് ഉണ്ടായിരിക്കും. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വ്യൂസ് നമുക്കുണ്ടെങ്കിലും സബ്സ്ക്രൈബർ കുറവാണ്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, താങ്ക് യു.